മാതാപിതാക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ അവര് ഭക്ഷണത്തിലെ മാംസങ്ങൾ എടുത്ത ശേഷമേ മക്കൾ എടുക്കാൻ പാടുള്ളൂ. അഥവാണത്. മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് വസ്ത്രം കുടയാൻ പാടില്ല. എന്തേ? ആ വസ്ത്രത്തിൽ ഉണ്ടാകുന്ന പൊടികൾ മാതാപിതാക്കൾക്ക് പറ്റുമോ എന്ന പേടിയാണ്. കുടയാൻ പാടില്ല. വസ്ത്രങ്ങൾ കുടയാൻ പാടില്ല. വിരിപ്പ് കുടയാൻ പാടില്ല. മാതാപിതാക്കളുടെ മുമ്പിൽ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. മാതാപിതാക്കളുടെ മുമ്പിൽ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ വളരെ ഭവ്യതയോടെ നമ്മൾ ജീവിക്കണം. മാതാപിതാക്കളുടെ മുമ്പിൽ അച്ചടക്കത്തോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. കാരണം അല്ലാഹുവിന്റെ ഇഷ്ടം മാതാപിതാക്കളുടെ ഇഷ്ടത്തിലാണ്. അല്ലാഹുവിന്റെ കോപം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കോപത്തിലാണ്. വലിയ ഒരു തെറ്റ് ചെയ്ത് കൊലപാതകം ചെയ്ത അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബാക്കളുടെ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിച്ച മറുപടി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളാണെന്ന് തോന്നുന്നു. അവരോട് ചോദിച്ചത് നിനക്ക് ഉമ്മയുണ്ടോ എന്നാണ്. ഉമ്മയുണ്ടോ എന്നാണ്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉമ്മയുണ്ടായിരുന്നുവെങ്കിൽ ഉമ്മയോട് മാന്യമായി പെരുമാറിയാൽ അല്ലാഹു നിന്റെ പാപങ്ങൾ പൊറുത്തു തരുമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഉമ്മയില്ലെങ്കിൽ ഇനിയുള്ള കാലം തെറ്റു ചെയ്യാതെ നിരന്തരമായി അല്ലാഹുവിനോട് തൗബ ചെയ്ത് ജീവിച്ചോളൂ എന്നാണ് പറഞ്ഞത്. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്നാണ്. ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ റിസ്ഖിൽ ബറക്കത്തുണ്ടാകാൻ കാരണമാകുമെന്നാണ്. റഅയ്തു റജുലൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ ഒരാളെ ഞാൻ ഇന്നലെ സ്വപ്നത്തിലൂടെ കാണുകയുണ്ടായി. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വന്നിട്ട് റൂഹ് പിടിക്കാൻ നിൽക്കുമ്പോഴാണ് ഫജാഅതുഹു ബിർറുഹു ലിവാലിദൈ, മാതാപിതാക്കളോടുള്ള കടമ നേരെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് റൂഹ് പിടിക്കാൻ നിൽക്കുന്ന അസ്റായീലിനെ തിരിച്ചയച്ചത് ഞാൻ ഇന്നലെ സ്വപ്നത്തിലൂടെ കാണുകയുണ്ടായി എന്ന് ശഫീഉനാ റസൂലുള്ളാഹ് തങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അവര് പറയും കണ്ടിട്ടുണ്ട് എന്ന്. അപ്പൊ അതിന്റെ വ്യാഖ്യാനം പറയും. ആരും കണ്ടിട്ടില്ലെങ്കിൽ നബി തങ്ങൾ കണ്ട സ്വപ്നങ്ങളുടെ കഥകൾ പറയും. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് റഅയ്തു അജബാ, റഅയ്തു അജബാ, ഇന്നലെ രാത്രി ഞാനൊരു അത്ഭുതം കാണുകയുണ്ടായി. എന്താണ് അത്ഭുതം എന്നറിയോ? ഇതാ മരിക്കാൻ കിടക്കുന്ന ഒരാൾ രോഗശയ്യയിൽ കിടന്നിട്ട് മരണശയ്യയിൽ കിടന്നിട്ട് മരണപ്പെടാൻ കിടക്കുന്ന ഒരാളെ റൂഹ് പിടിക്കാൻ വേണ്ടി ആത്മാവിനെ തിരിച്ചു കൊണ്ടുപോവാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുന്ന സമയത്ത് അദ്ദേഹം മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുന്ന ഖിദ്മത്ത് ചെയ്യുന്ന അച്ചടക്കമുള്ള മര്യാദയുള്ള മകനായതുകൊണ്ട് ആ ഒരു ഖിദ്മത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സേവനം കടന്നു വന്നിട്ട് അസ്റായീൽ അലൈഹിസ്സലാമിനെ തിരിച്ച് ആകാശങ്ങളിലേക്ക് പറഞ്ഞയച്ച് ഇദ്ദേഹത്തിന് ദീർഘായുസ് നൽകുന്നത് ഞാൻ കണ്ടു എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. മാതാപിതാക്കൾ ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്നാണ്, ആഫിയത്ത് ഉണ്ടാകുമെന്നാണ്, ആരോഗ്യം ഉണ്ടാകുമെന്നാണ്, സമ്പത്തിലെ ബർക്കത്ത് ഉണ്ടാകുമെന്നാണ്. അതേപോലെ തിരിച്ച് മക്കളും വളരെ നല്ല രീതിയിൽ പെരുമാറുമെന്നാണ്. അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകുമെന്നാണ്. ഉമ്മ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള വാതിലാണ്. ഉമ്മ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള വാതിലാണ്. ആ വാതിൽ കൊട്ടിയടക്കപ്പെടും ഉമ്മയോടോ ഉപ്പയോടോ മോശമായി പെരുമാറിയാൽ. അപ്പൊ മാതാപിതാക്കളോട് മാന്യമായിട്ട് പെരുമാറണം. ഇങ്ങനെ ഓരോ മേഖലകളിൽ ഹറാം ചെയ്യാതെ, അല്ലാഹു നിഷിദ്ധമാക്കിയത് ചെയ്യാതെ, കള്ളു കുടിക്കാതെ, വ്യഭിചരിക്കാതെ, പ്രേമിക്കാതെ, പ്രണയിക്കാതെ, കഞ്ചാവും മയക്കുമരുന്നും ലഹരിയും ഉപയോഗിക്കാതെ, പലിശ തിന്നാതെ, കൊലപാതകം നടത്താതെ, കുടുംബങ്ങളോട് പിണങ്ങാതെ വളരെ അച്ചടക്കത്തോടുകൂടി ജീവിച്ചിട്ട് ഫർളായ നിസ്കാരങ്ങൾ, ഫർളായ നോമ്പുകൾ, ഫർളായ ഹജ്ജ് ഇത് ചെയ്താൽ ഒരാൾ മുത്തഖിയായി. പിന്നെ വലിയാകാൻ വലിയ പണിയില്ല. മുത്തഖിയായി കഴിഞ്ഞാൽ പിന്നെ വലിയാകാൻ വളരെ എളുപ്പമാണ്. മുത്തഖിയുടെ ഡെഫിനിഷൻ ഇതാണ്: ഫർള് ചെയ്യുക, ഹറാമ് ചെയ്യാതിരിക്കുക, നന്മ ചെയ്യുക, തെറ്റ് ചെയ്യാതിരിക്കുക. എന്നാൽ ഒരാൾ മുത്തഖിയായി. പിന്നെയുള്ളത് വിലായത്താണ്. വിലായത്തിന്റെ പദവിയിലേക്ക് ഒരാൾ എത്തുന്നത് സുന്നത്തുകൾ ചെയ്യുമ്പോഴാണ്. പിന്നെ മുത്തഖിയായി കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം. സുബഹിക്ക് മുമ്പ്, അതേപോലെ തഹജ്ജുദ്, ജീവിതത്തിന്റെ ഓരോ സുന്നത്തുകൾ, ബാത്റൂമിലേക്ക് പോകുമ്പോ, തിരിച്ചു വരുമ്പോ, കിടന്നുറങ്ങുമ്പോ,
ഉറക്കിൽ നിന്ന് ഉണരുമ്പോ, വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, കഴിഞ്ഞതിന് ശേഷം വസ്ത്രം ധരിക്കുമ്പോ, വസ്ത്രം അഴിക്കുമ്പോ, നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ, ഇങ്ങനെ വേഷവിധാനങ്ങൾ, ഭക്ഷണ രീതി, വീട് എല്ലാം സുന്നത്തുകളിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ അയാൾ അല്ലാഹുവിന്റെ വലിയാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എന്താണ് വലിയ എന്ന് പറഞ്ഞാൽ? അയാളുടെ കൈ അല്ലാഹുവായി മാറും, അയാളുടെ കണ്ണ് അല്ലാഹുവായി മാറും, അയാളുടെ ചെവി അല്ലാഹുവായി മാറും, അയാളുടെ കാലുകൾ അല്ലാഹുവായി മാറും. അപ്പോഴാണ് കൈകൾ കൊണ്ട് തടവിയാൽ ശിഫ ലഭിക്കുന്നത്, നാവ് കൊണ്ട് ഊതിയാൽ ശിഫ ലഭിക്കുന്നത്, കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഹൃദയം കാണുന്നത്, കാലുകൾ കൊണ്ട് നടക്കുമ്പോൾ കിലോമീറ്ററുകൾ ചുരുങ്ങുന്നത്. ഇതെല്ലാം അല്ലാഹുവിന്റെ വിലായത്തിന്റെ രഹസ്യങ്ങളാണ്. അപ്പൊ തഖ്വയിൽ അധിഷ്ഠിതമായ ഹറാം ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ആ നന്മയോടൊപ്പം സുന്നത്തുകളിൽ അധിഷ്ഠിതമായി മുത്തബിഉ സുന്നയായി ജീവിച്ചാൽ അല്ലാഹുവിന്റെ വലിയായി മാറാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ എല്ലാവർക്കും കഴിയുന്ന വിഷയങ്ങളാണ്. നമ്മൾക്ക് അധ്വാനിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കഴിയുന്ന വിഷയമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വൈതഖിൽ മഹാരിം തകുൻ അബദന്നാസ്. ആരാണോ ഹറാമുകൾ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുന്നത്, തകുൻ അബദന്നാസ്, അയാൾക്ക് ഏറ്റവും നല്ല മധുരിതമായ ആരാധനകൾ അനുഷ്ഠിക്കാൻ കഴിയുമെന്നാണ്. ഒരിക്കലൊരു ആബിദായ ബനൂ ഇസ്രായേലിൽ ഒരു ആബിദ് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ ഞാൻ എത്ര കാലമായി നിന്നോട് തെറ്റ് ചെയ്യുന്നു, എത്ര കാലമായി, വർഷങ്ങളായി ഞാൻ തെറ്റു ചെയ്ത് ജീവിക്കുകയാണ്, നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ, എന്ന് അല്ലാഹുവിനോട് ചോദിച്ചു. നമ്മൾക്കൊക്കെ ആ ഒരു ചിന്ത ഉണ്ടാവും, തെറ്റ് ചെയ്ത് ജീവിക്കുന്നവർക്കൊക്കെ ഇവിടെ സുഖമാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. അതേപോലെ ആബിദ് അല്ലാഹുവിനോട് ചോദിക്കാൻ, അല്ലാഹുവേ എത്ര വർഷമായി ഞാൻ നിന്നോട് തെറ്റ് ചെയ്ത് ജീവിക്കുന്നു, നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നെ ശിക്ഷിക്കാനോ? എനിക്കൊരു തലവേദന ഇന്നുവരെ ഉണ്ടായിട്ടില്ല, എനിക്കൊരു പനി ഉണ്ടായിട്ടില്ല, എനിക്കൊരു സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല, എന്നിട്ട് എന്നെ നീ ശിക്ഷിച്ചു. എങ്ങനെയാ ശിക്ഷിച്ചത്? അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, നിന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, നീ അത് അറിഞ്ഞിട്ടില്ല. വർഷങ്ങളായി നിന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയിട്ട് നീ അത് അറിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് റബ്ബേ? അപ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, നിസ്കരിക്കാൻ നിന്നാൽ നിസ്കാരത്തിൽ ഒരു ലദ്ദത്ത് കിട്ടുന്നുണ്ടോ, ഒരു രസം കിട്ടുന്നുണ്ടോ, പിന്നെയും വീണ്ടും വീണ്ടും നിസ്കരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? നോമ്പെടുക്കുമ്പോൾ അതിലൊരു ആവേശം കിട്ടുന്നുണ്ടോ? നോമ്പെടുക്കുമ്പോൾ അതിലും ഒരു ലദ്ദത്ത് കിട്ടുന്നുണ്ടോ, ഒരു രസം കിട്ടുന്നുണ്ടോ? സിനിമയുടെ മുമ്പിൽ ഇരുന്നിട്ട് 2 മണിക്കൂർ പോകുന്നത് അറിയുന്നില്ലെങ്കിൽ ജുമാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ 15 മിനിറ്റുള്ള ഖുതുബ നമ്മൾക്ക് 2-3 മണിക്കൂറിന്റെ ദൈർഘ്യമായി തോന്നുകയാണ്. രസം കിട്ടാത്തത് കൊണ്ടാണ്. ജുമാ നിസ്കാരത്തിൽ സൂറത്തുൽ ജുമഅയാണോ ഓതുന്നത്, അല്ല സൂറത്തുൽ അലയാണോ ഓതുന്നത് എന്ന ടെൻഷനോടെയാണ് നമ്മൾ പിന്നിൽ നിൽക്കുന്നത്. അലയാണെങ്കിൽ അൽഹംദുലില്ലാഹ് പെട്ടെന്ന് തീരുമല്ലോ, എന്നാൽ സൂറത്തുൽ ജുമഅയാണെങ്കിൽ ഒരൽപ്പം നീണ്ടുപോകുമല്ലോ എന്ന പേടിയാണ്. അതിന്റെ അർത്ഥം നമ്മൾക്ക് നമ്മുടെ നിസ്കാരങ്ങളിൽ ലദ്ദത്ത് കിട്ടിയിട്ടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ലദ്ദത്ത് കിട്ടാത്തത്? നമ്മൾ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ കാരണത്താൽ അല്ലാഹു നമ്മൾക്ക് ആരാധനകളിൽ ലദ്ദത്ത് തരുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഈ ലദ്ദത്ത് കിട്ടിയാലുണ്ടല്ലോ, ലദ്ദത്ത് കിട്ടിയാൽ പിന്നെ ഭയങ്കര രസമായിരിക്കും. ലദ്ദത്ത് കിട്ടാത്തത് കൊണ്ടാണ് രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ മടി തോന്നുന്നത്. രാത്രി എണീറ്റ് കളി കാണുന്നില്ല നമ്മുടെ കുട്ടികൾ, ഫുട്ബോളൊക്കെ കാണുന്നില്ല നമ്മുടെ കുട്ടികൾ. രാത്രി വേൾഡ് കപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ അലാം വെച്ചുകൊണ്ട്, വേൾഡ് കപ്പ് ഒക്കെ പോട്ടെ, സാധാ ക്ലബ്ബുകളുടെ കളിയൊക്കെ അലാം വെച്ചുകൊണ്ട് കാണുന്ന ചെറുപ്പക്കാരെനിക്കറിയാം. സാധാ ക്ലബ്ബുകളുടെ കളി, സാധാ ക്ലബ്ബിലാകുമ്പോൾ 30-40 കളിയൊക്കെ ഉണ്ടാവും. അതിപ്പോ എല്ലാ കളി എല്ലാവരും കാണും. എന്നാൽ അതുപോലും അലാം വെച്ചുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങി ആ ഫുട്ബോൾ കളി പോലും കാണുന്ന മക്കളുണ്ട്. രാത്രി 2 മണിക്ക് 3 മണിക്ക്. അതെന്തുകൊണ്ട്? അതിലൊരു ലദ്ദത്ത് കിട്ടിയത് കൊണ്ടാണ്. പക്ഷെ ഈ ഒരു ലദ്ദത്ത് നമ്മൾക്ക് കിട്ടിയാൽ ഇവര് കളി കാണാൻ വേണ്ടി ഉണരുന്നത് പോലെ 2 മണിക്കും 3 മണിക്കും അലാം വെച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കും. കാരണം എന്തെന്നില്ലാത്ത രസം കിട്ടും, അതില് എന്തെന്നില്ലാത്ത ആസ്വാദനം ഉണ്ടാകും. ഓതിയാലും മടുപ്പ് വരൂല, ദുആ ചെയ്താലും മടുപ്പ് വരൂല, നിസ്കരിച്ചാലും മടുപ്പ് വരൂല. അപ്പോഴാണ് ശരീരത്തിലേക്ക് അസ്ത്രങ്ങൾ തുളച്ചു കയറുമ്പോൾ വേദന അറിയാതിരിക്കുന്നത്. അപ്പോഴാണ് കാല് മുറിച്ചു മാറ്റുമ്പോൾ വേദന അറിയാതിരിക്കുന്നത്. ഈ ഒരു ലദ്ദത്തും ഈ ഒരു മാധുര്യവും നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ കണ്ണുകൾ ഹറാമിലേക്ക് കടന്നു പോകരുത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി.
സുന്ദരിയായ സുമുഖിയായ ഒരു പെണ്ണിനെ നിങ്ങൾ കാണാനിടയായി. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ ഹറാമായ അന്യ സ്ത്രീയെ നോക്കാതെ, അള്ളാഹുവിനെ പേടിച്ച്, നാട്ടുകാരെ പേടിച്ചിട്ടല്ല, വേറെ ആള് നോക്കുന്നുണ്ട് എന്ന് പേടിച്ചിട്ടല്ല, ഞാൻ നോക്കിയാൽ വേറെ ആളുകൾ കാണുമെന്നുള്ള പേടിയോടെയല്ല, എന്റെ റബ്ബ് എന്നെ ശിക്ഷിക്കും, എന്റെ റബ്ബ് നിഷിദ്ധമാക്കിയതാണല്ലോ എന്ന ചിന്തയോടുകൂടി നിന്റെ കണ്ണുകളെ നീ ഹറാമിൽ നിന്ന് നിയന്ത്രിച്ചാൽ അതിന് പകരമായി നിന്റെ നിസ്കാരങ്ങളിൽ ഒരു ലദ്ദത്തുണ്ടാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കിട്ടും മുഅ്മിനീങ്ങളെ, ഇതൊക്കെ കിട്ടും. അല്ലാഹു നമ്മൾക്ക് ആ ഒരു മാധുര്യം നൽകട്ടെ. ഇച്ചത്തിൽ മഹാരിം തകുൻ അബദന്നാസ്. ഹറാമുകൾ ജീവിതത്തിൽ വരാതെ സൂക്ഷിച്ചാൽ നിനക്ക് നിന്റെ ആരാധനകളിൽ ലദ്ദത്തുണ്ടാകും. അപ്പൊ നിസ്കാരത്തിൽ ഭയഭക്തിയില്ല എന്ന് തോന്നുന്നവർ, നിസ്കരിക്കാനും ഖുർആൻ ഓതാനൊക്കെ മടി തോന്നുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടെ ഈ വിഷയം കേൾക്കണേ. ജീവിതത്തിൽ ഹറാം വരുന്നുണ്ടോ എന്ന് സൂക്ഷിക്കണം. തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല, അല്ലേ? ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആഗ്രഹമില്ലാത്ത ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. നിസ്കരിക്കാൻ കഴിയില്ല. നമ്മൾ ചിലപ്പോൾ അലാമൊക്കെ വെക്കും. 5:30 വാങ്ങുകയാണെങ്കിൽ 5:15 അലാം വെക്കും, 5 മണിക്കൊക്കെ അലാം വെക്കും. പക്ഷെ എണീക്കൂല. എന്ത് കഴിയില്ല നമ്മൾ എണീക്കാൻ. ഹസനുൽ ബസ്രി തങ്ങളോട് ഒരാൾ ചോദിച്ചു, ഉസ്താദ് അവറുകളെ, തഹജ്ജുദ് നിസ്കരിക്കാൻ എനിക്ക് വലിയ പൂതിയുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷേ തഹജ്ജുദ് നിസ്കരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ നിസ്കരിക്കാൻ വലിയ പൂതിയുണ്ട്, പക്ഷെ എണിക്കാൻ കഴിയാത്തവരുണ്ടോ? രസത്തിന് വേണ്ടി ഒരാൾക്ക് പൂതിയുള്ളൂ, ഒരാൾക്ക് പൂതി വരില്ല. അത്യാവശ്യം പൂതിയെങ്കിലും വേണേ. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലി. മുഅ്മിനിന്റെ നിയ്യത്തിനെ അവന്റെ അമലിനെക്കാളും പ്രാധാന്യമുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. തഹജ്ജുദ് നിസ്കരിക്കണമെന്നുള്ള നിയ്യത്തോടെ അലാം വെച്ചുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങി, പക്ഷെ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അയാൾക്ക് അല്ലാഹു പ്രതിഫലം തരും. ആ പൂതി ഉണ്ടെങ്കിൽ പ്രതിഫലം ഉണ്ടാവും, പൂതി ഇല്ലെങ്കിൽ എവിടുന്ന പ്രതിഫലം കിട്ടുക? ഉറങ്ങുന്നത് തന്നെ 10 മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെ പ്രതിഫലം കിട്ടുക? നിസ്കരിച്ചില്ലെങ്കിലും പ്രതിഫലമുണ്ടാകും. രാത്രി ഉറങ്ങുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കണമെന്നുള്ള ചിന്തയോടെ അലാം വെച്ചുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങി, പക്ഷേ രാവിലെ നിസ്കരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. അലാം മുട്ടിയതൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ മറന്നു, എണീക്കാൻ കഴിഞ്ഞില്ല ക്ഷീണം കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്നൂസ് ചെയ്തു, ഉറങ്ങിപ്പോയി. അല്ലാഹു പ്രതിഫലം നൽകും. നിസ്കരിക്കണമെന്നുള്ള നിയ്യത്തുണ്ടായതുകൊണ്ട് അവ നിയ്യത്തെങ്കിലും വേണം. ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞത്, നിനക്ക് നിസ്കരിക്കാൻ കഴിയാതിരിക്കാനുള്ള കാരണം നീ ചെയ്യുന്ന തെറ്റുകളാണ് തഹജ്ജുദ് നിസ്കാരത്തിൽ നിന്ന് നിന്നെ തടയുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്. അപ്പൊ നമ്മൾ സ്വയം ഒന്ന് വിചിന്തനം നടത്തണം. തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, നിസ്കരിക്കാൻ കഴിയാത്തത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളാണ്. നിങ്ങൾക്കിത് പരീക്ഷിച്ച് അനുഭവിക്കാൻ കഴിയും, നിങ്ങൾക്കിത് പരീക്ഷിക്കാൻ കഴിയും. നിങ്ങളൊരു ദിവസം നല്ല തെറ്റൊന്നും ചെയ്യാതെ, ഹറാമൊന്നും കാണാതെ, വേണ്ടാത്തതൊന്നും ചിന്തിക്കാതെ, അന്ന് നല്ലത് മാത്രം ചെയ്ത് ജീവിച്ചിട്ട് അന്ന് രാത്രി ഉറങ്ങുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന നിയ്യത്തോടു കൂടി ഉറങ്ങിയാൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയും. വേറെ ദിവസം നിങ്ങൾ ഹറാമൊക്കെ കണ്ടു, പതിവ് പോലെ ഹറാമൊക്കെ ചെയ്തു, തോന്നിയാസൊക്കെ പറഞ്ഞു, അന്നും നിങ്ങൾ ഉറങ്ങുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് ആഗ്രഹിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിസ്കരിക്കാൻ കഴിയില്ല. തഹജ്ജുദ് നിസ്കാരവും നമ്മുടെ നന്മയും നല്ല ബന്ധമുണ്ട്, അതൊരു തൗഫീഖാണ്. ഇൽമു എന്ന് പറഞ്ഞൊരു തൗഫീഖ് എന്ന് പറഞ്ഞില്ലേ? ഇൽമു എന്ന് പറഞ്ഞത് നൂറാണല്ലോ. ഇപ്പൊ വാദിന്റെ സദസ്സുകൾ, എല്ലാവർക്കും വാദിന്റെ സദസ്സിലിരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല, വാദിനോട് വലിയ പൂജയൊന്നും ചില ആളുകൾക്ക് ഉണ്ടാവില്ല. ആ വീട്ടിൽ വെച്ച് കിടന്നുറങ്ങും, ടി വി നോക്കും, ക്ലബിലിരിക്കും, ക്യാരംസ് കളിക്കും, കളി കാണാൻ വേണ്ടി പോകും. ടർഫാണല്ലോ ഇപ്പൊ, പൊതുവെ ഫുട്ബോൾ ടർഫുകളാണല്ലോ, അല്ലെ? നാട്ടിലുണ്ട് ഫുട്ബോൾ, മറ്റേ പുല്ല് കൊണ്ടുള്ള പുതിയ ആർട്ടിഫിഷ്യൽ മൈതാനങ്ങളിലെ കളിക്കാൻ പോകണ്ടോ? കളിക്കലൊക്കെ ഉണ്ടോ? കളിച്ചോളൂ, ഒന്നും വിഷയമല്ല, നല്ലത് ആരോഗ്യത്തിൽ ഒഴിവ് സമയം ഉണ്ടാകുമ്പോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയമാണ്. അപ്പൊ വാദിനേക്കാളും നല്ലത് കളി തന്നെ എന്ന് ചിന്തിച്ച് വെറും കളിയാക്കി മാറ്റും. അങ്ങനെ ചില ആളുകൾ ഉണ്ടാകും, പക്ഷെ അത് തീരെ വാദിന്റെ സദസ്സിനോട് താല്പര്യമില്ലാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. വാദിനെ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ട്. വാദിനെയും വാദിന്റെ സദസ്സുകളൊക്കെ ഇതൊക്കെ ഇന്ന് തുടങ്ങിയെന്നല്ല, ഇത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ഏർപ്പാടാണ്. ഇതൊക്കെ ഇന്നലെ ഇന്നോ ഏതെങ്കിലും മൗലവിമാർ തുടങ്ങിയ ഏർപ്പാടൊന്നുമല്ല, റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതാണ്. വാദും സദസ്സും പിരിവൊക്കെ പണ്ടേ ഉണ്ട്, പിരിവൊക്കെ പണ്ടേ ഇന്ന് തുടങ്ങിയെന്നല്ലേ പിരിവ്. റസൂലുള്ളാഹി പിരിവെടുക്കും, സഹാബാക്കൾ കൊടുക്കും. ചിലപ്പോൾ സഹാബാക്കളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, അപ്പൊ റസൂലുള്ളാഹി നല്ല സോപ്പിടും പിരിവെടുക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ പിരിവെടുക്കും. അതൊക്കെ ഇഷ്ടം പോലെ ഹദീസുകളില്ലേ ഇതിനൊക്കെ. ഇതൊക്കെ ഇന്ന് തുടങ്ങിയാണ് ഈ പിരിവൊക്കെ, അതൊന്നും തുടങ്ങിയതൊന്നുമല്ല, ഇതൊക്കെ പണ്ടേ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ആളുകൾ അവർക്ക് എന്ത്
പല ആളുകൾക്ക് യുക്തിവാദം തലയിൽ പിടിച്ചിട്ടുണ്ട് ബഹുഭൂരിഭാഗം ആളുകൾ. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പലരും താല്പര്യമില്ലാത്ത ടീമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പലരും ഒരു വിവരമില്ലാത്ത ആളാണ്. അങ്ങനത്തെ എത്രയോ ഉദാഹരണങ്ങളൊക്കെ എന്റെ മൊബൈലുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറാണ്. അന്തം കൊന്തുമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയും. ഞാനും എന്റെ കൂടെ പഠിച്ചൊരു ഉദവി ഒരു കല്യാണത്തിന് ഫോട്ടോ എടുത്തപ്പോൾ ഏതോ ഒരു ഫേസ്ബുക്കിൽ ചങ്ങായിട്ടു സിംസാറിലൊക്കെ ഉദവിയും കല്ലുദവി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. സിംസാറിലൊക്കെ ഉദവി നമ്മുടെ 12 വർഷം സീനിയറാണ്. അപ്പൊ ഞാനും എന്റെ കൂടെ പഠിച്ച ഉദവിന്റെ കല്യാണത്തിന് ഫോട്ടോ എടുത്തപ്പോൾ എന്റെയും അയാളുടെ ഫോട്ടോ വെച്ചിട്ട് സിംസാറിലൊക്കെ ഉദവിയും കല്ലുദവി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇതുപോലെയാണ്. അതേപോലെ ഇപ്പൊ നമ്മുടെ ഫിറോസ് കുന്നും പറമ്പിൽ ഇവിടെ എടുത്തിട്ട് ഗൾഫിൽ പോയപ്പോൾ അവിടെ ഒരു ഇക്ബാലുണ്ട്, നമ്മുടെ കാസർഗോഡ് സുഹൃത്താണ്. അവനൊരു മുത്തുന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. നമ്മുടെ കാസർഗോട്ടുകാരനാണ്, മറ്റേ ഗൾഫിൽ നിന്ന് കല്യാണം കഴിച്ച ചെറുപ്പക്കാരനാണ്. ആ ഫോട്ടോ വെച്ചിട്ട് ചങ്ങായി ഫേസ്ബുക്കിൽ ഇട്ടത് ദുബായ് ഭരണാധികാരി കേരളത്തിലെ സാധാ നാടനെ ചുംബിക്കുന്നു. എന്ത് ഞാൻ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് ചങ്ങായി അയച്ചു കൊടുത്തു. ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. സോഷ്യൽ മീഡിയ അന്തും കൊന്തും ഇല്ലാത്ത തോന്നിവാസങ്ങൾ വിളിച്ചു വരുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. അതുകൊണ്ട് അതൊക്കെ മെയിൻ ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ലത്. ആർക്കെന്തും പറഞ്ഞൂടെ അല്ലെ, ആർക്കെന്തും പറഞ്ഞൂടെ. അപ്പൊ ഇത്തരം അതൊക്കെ സൂക്ഷിക്കാം, വെറുതെ ആഗ്രഹം ഇതൊക്കെ സൂക്ഷിക്കാം. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, ഏതായാലും ഈ ഇൽമ് എന്ന് പറയുന്നത് വലിയൊരു നൂറാണെന്നാണ് മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞത്. നൂറുല്ലാഹി ലാ യുഅ്താ ലിആസി شكوت إلى وكيع سوء حفظي فأرشدني إلى ترك المعاصي وقال العلم نور الله حقا ونور الله لا يعطى لعصي. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ ഉസ്താദിനോട് പരാതി പറഞ്ഞു, ഹിഫ്ളിന് പ്രയാസമുണ്ട് എന്ന്, മനപ്പാഠമാക്കാൻ പ്രയാസമുണ്ട് എന്ന്. അപ്പോഴാണ് ഉസ്താദ് അവர்கள் പറഞ്ഞത് വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖാ. ഇൽമു എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. അല്ലാഹുവിന്റെ പ്രകാശം തെറ്റു ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകുകയില്ല. തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെ പ്രകാശം കിട്ടൂല. അപ്പൊ ഇൽമിന്റെ വാദിന്റെ സദസ്സിലേക്ക് ഇരിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു തൗഫീഖാണ്. അത് എല്ലാവർക്കും കിട്ടൂല. അതേപോലെ തന്നെയാണ് തഹജ്ജുദ് എന്ന് പറയുന്നത് ഒരു തൗഫീഖാണ്, എല്ലാവർക്കും അത് കിട്ടൂല. ആ ഒരു സൗഭാഗ്യം കിട്ടാത്തവര് വിചാരിക്കണം എന്റെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകളാണ് ഇത്തരം തൗഫീഖിൽ നിന്ന് എന്നെ തടയുന്നത് എന്ന്. അല്ലാഹു നമ്മൾക്ക് നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി തങ്ങൾ വരാനുണ്ടോ അഭിവൈസി? ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്, 4 വിഷയം കൂടി പറയാനുണ്ട്. തങ്ങൾ വരാനുണ്ട്, അതിനനുസരിച്ച് ചുരുക്കുക, അല്ലെങ്കിൽ വരാനുണ്ടോ? ഇല്ല. ഇൻഷാ അല്ലാഹ് കുറെ സമയമൊന്നുമില്ല, കുറച്ച് സമയം കൂടി ഇരിക്കും. നമ്മൾ തുടങ്ങിയ വിഷയം പൂർത്തീകരിച്ച് നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ഓക്കെ അല്ലേ? ഉറക്കം വരുന്നൊന്നുമില്ലല്ലോ. നാളെ കൃത്യം 7:30 മണിക്ക് നമ്മുടെ ഹമീദ് അലി ശിഹാബ് തങ്ങൾ വരുമെന്നാണ് പറഞ്ഞത്. പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ്, സ്റ്റേറ്റ് ട്രഷററാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം വരും. നിങ്ങളൊക്കെ വളരെ നേരത്തെ വന്ന് ഇൻഷാ അല്ലാഹ് സഹകരിക്കുക. അല്ലാഹു നല്ല സദസ്സ്, ഭംഗിയുള്ള സദസ്സാക്കി കൊടുക്കണം, പ്രത്യേകിച്ച് നമ്മുടെ സയ്യിദന്മാർക്കും നേതാക്കന്മാർക്കും ഒക്കെ. പലപ്പോഴും ഞാൻ കാണാറുണ്ട് പല സ്ഥലങ്ങളിലൊക്കെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ സദസ്സൊന്നും ഉണ്ടാവില്ല. നമ്മളതിലൊന്നും തീരെ ശ്രദ്ധിക്കാത്ത ആളുകളാണ്. നമ്മുടെ സമസ്തയുടെ സെക്രട്ടറി പ്രസിഡന്റ് വരുന്ന സദസ്സിൽ പോലും ഒരു പക്ഷേ 10 ഒഴിഞ്ഞ കസേരകൾ, നമ്മളതിന് ഇത്ര ഒരു പ്രാധാന്യം നൽകണം. പക്ഷെ അതൊക്കെ നൽകണം, നമ്മൾ നല്ലൊരു റെസ്പെക്റ്റും കൊടുക്കണം. അതൊക്കെ ഒരു ഹുർമത്തിന്റെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ നാളെ ഏതായാലും വളരെ നേരത്തെ വന്നിട്ട് സദസ്സൊക്കെ ഭംഗിയാക്കണമെന്ന് അറിയിക്കുകയാണ്. അപ്പൊ 4 വിഷയങ്ങൾ കൂടി ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. 4 വിഷയങ്ങൾ, 5 പഠിപ്പിച്ചത്. അതിലൊന്ന് നിങ്ങൾ തഖ്വയുള്ളവരായാൽ നിങ്ങളുടെ ആരാധനകൾ നിങ്ങൾക്ക് ഒരു ടേസ്റ്റ് കിട്ടുമെന്നുള്ള യാഥാർത്ഥ്യം. 2 ഒരു മുതലാളിയാവാൻ ആഗ്രഹമുണ്ടോ? മുതലാളിയാവാൻ ആഗ്രഹമുണ്ടോ? വലിയൊരു ധനികനാവാൻ ആഗ്രഹമുണ്ടോ? ഉള്ളവരെന്നൊക്കെ നല്ലൊരു മുതലാളിയാവാൻ ആഗ്രഹം. നമുക്ക് ഒന്നിനും ആഗ്രഹമില്ലല്ലോ. അതെന്താ ഇങ്ങനെ?
ആഗ്രഹം ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ എന്താ മുതലാളിയാലും എന്താ കുഴപ്പം? പൈസ പഠിച്ചോ തരട്ടെ. പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കൊടുക്കാലൊന്നും ഇതുപോലെ സ്ഥാപനങ്ങളൊക്കെ വരുമ്പോ 5-10 ലക്ഷം ഭാര്യക്കോരി കൊടുക്കാലോ അല്ലേ? ഇപ്പൊ പറയും കിട്ടിയോക്കണം. അപ്പൊ പറയാ ഇപ്പൊ വലിയ ആവശ്യത്തോടെ കൊടുക്കാന്നൊക്കെ പറയും. അപ്പൊ കിട്ടിയാ പിന്നെ പറയും ഉസ്താദ് ഭയങ്കര ടൈറ്റാണ്, ആ കടയിൽ അങ്ങനെ കടാണ്, ഇവിടെ കടാണ്, ഇവിടെ കടാണെന്നൊക്കെ പിരിവിന് വരുമ്പോ പറയും. ഇനി നേരെ മറിച്ച് വേറെ ഏതെങ്കിലും മുതലാളിമാർ എന്നിട്ട് എങ്ങനെ ചോദിച്ചാലും മാഷാ നല്ല കച്ചവടമാണ്, അവിടെ പുടുത്തം മുട്ട കച്ചവടം, ഇവിടുത്തെ കച്ചവടം പറയാൻ വേണ്ട, ഇവിടെ തിരക്കിലേക്ക് ഇരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്നാ പറയാ. ഓരോ ആളുകൾ ഓരോ ശൈലിയിലാണ് സംസാരിക്കാൻ. അല്ലാഹു സമ്പത്ത് തരട്ടെ, ദുനിയാവിലും ആഖിറത്തിൽ അല്ലാഹു വിജയം തരണമെന്ന് ദുആ ചെയ്യുന്നില്ല നമ്മൾ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന ദുആ ചെയ്യാറില്ലേ? അപ്പൊ സമ്പത്ത് അല്ലാഹു വേണ്ടത്ര തരട്ടെ, നല്ലത് തന്നെയാണ്. അല്ലാഹു നിനക്ക് എന്താണോ തന്നത് അതിൽ നീ തൃപ്തനായാൽ തകുൻ അഗ്നന്നാസ്, നീ ഒരു മുതലാളിയാണ്. മുതലാളി എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സന്തോഷമാണ്, മനസ്സിന്റെ സംതൃപ്തിയാണ് മുതലാളി എന്ന് പറയുന്നത്. കിട്ടിയിട്ട് തൃപ്തി വേണം. കോടീശ്വരനാണ്, അയാൾക്ക് എപ്പോഴും ടെൻഷനാണ്. പഠിച്ചോനെ എനിക്കൊരു മെഴ്സിഡീസ് ബെൻസ് ഉണ്ട്, പക്ഷെ ഒരു റോൾസ് റോയ്സ് വാങ്ങാൻ കഴിയുന്നില്ലല്ലോ, എപ്പോഴും ടെൻഷനാണ്. ഇനി റോൾസ് റോയ്സ് വാങ്ങിച്ച അയാളോട് ഇഷ്ടപ്പെടുത്ത എനിക്കൊരു ഹെലികോപ്റ്റർ വാങ്ങാൻ പറ്റുന്നില്ലല്ലോ. യൂസുഫലിയൊക്കെ ഹെലികോപ്റ്ററിലാണ് പോകുന്നത്, ഞാൻ ഇപ്പം റോൾസ് റോയ്സിലാണ് പോകുന്നത്, പാവം അല്ലേ? ഒരു 25 ലക്ഷത്തിന്റെ ഒരു വാച്ച് എനിക്ക് ഇപ്പോഴും ഓർക്കുന്ന വിഷയം. 25 ലക്ഷത്തിന്റെ വാച്ച് കെട്ടിയൊരു മുതലാളിനോട് പറയാണ് എനിക്ക് ഇപ്പൊ ഒരു തൃപ്തി വരുന്നില്ല. ഞാൻ മിനിഞ്ഞാന്ന് ഒരാളെ കണ്ടു, 1 കോടിയുടെ ഒരു വാച്ച് കെട്ടിയിട്ട് ഒരാളെ കണ്ടു. അത് കണ്ടതിന് ശേഷം എന്നോടൊരു പുച്ഛം തോന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെല്ലോ വാച്ച് നോക്കിക്കൂടി നിങ്ങൾക്ക്, അപ്പൊ നിങ്ങൾക്ക് തൃപ്തിയാവൂലേ? അപ്പൊ അങ്ങനെയാണ് മനുഷ്യന് തൃപ്തി കിട്ടിയില്ലെങ്കിൽ പിന്നെ അയാൾ മുതലാളി അല്ലാന്നാണ് അർത്ഥം. തൃപ്തി വേണം, കിട്ടിയത് കൊണ്ട് തൃപ്തി വേണം. ഒരു വണ്ടി വാച്ച് ഉണ്ട്, അൽഹംദുലില്ലാഹ്, ഇത് കിട്ടിയില്ലേ അൽഹംദുലില്ലാഹ്, ഒരു വലിയൊരു വണ്ടി ഉണ്ട് അൽഹംദുലില്ലാഹ്. ഇങ്ങനെ എന്താണോ അല്ലാഹു തന്നത് അതിലൊക്കെ തൃപ്തി വേണം. തൃപ്തി ഇല്ലാതിരുന്നാ പിന്നെ മുതലാളിയായിട്ട് കാര്യമില്ല, അയാൾക്ക് ടെൻഷൻ തന്നെയായിരിക്കും. അല്ലാഹു നിനക്ക് തന്നതിൽ നീ തൃപ്തിപ്പെടണം. അല്ലാഹു നിനക്ക് എന്ത് തന്നാലും ഒരുപക്ഷേ സുഖം തരും, അൽഹംദുലില്ലാഹ്. സമ്പത്ത് തരും, അൽഹംദുലില്ലാഹ്. നേരെ മറിച്ച് രോഗങ്ങൾ തന്നേക്കാം, അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബിന്റെ പരീക്ഷണമല്ലേ. കടബാധ്യതകൾ തന്നേക്കാം, അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബിന്റെ പരീക്ഷണമല്ലേ. എന്തായാലും ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. വാലം നിങ്ങൾ അറിയണം, അന്നൽ ഉമ്മത ഇജ്തമഉ, സമുദായം മുഴുവനും ഒരുമിച്ച് കൂടി അലാ അൻയൻഫഉക ബിശൈഇൻ, നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി ലോകത്തുള്ള സർവ്വജനങ്ങളും ഒരുമിച്ച് കൂടി. അല്ലാഹു അങ്ങനെ തീരുമാനിച്ചില്ലെങ്കിൽ ലോകത്തുള്ള സർവ്വരും ഒരുമിച്ച് കൂടിയാലും ജനങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഒരു ഉപകാരം പോലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ലോകത്തുള്ള എല്ലാവരും കൂടിയിട്ട് നിങ്ങൾക്കൊരു വീട് വെച്ചു തരണമെന്ന് തീരുമാനിച്ചു. നിങ്ങൾക്കൊരു വീട് വെച്ച് തരാൻ തീരുമാനിച്ചു. നമ്മുടെ നാട്ടിലുള്ള ഈ മണ്ണാർക്കാട് പ്രദേശത്തുള്ള ഇത് കോട്ടോപ്പാടം, കോട്ടോപ്പാടം പ്രദേശത്തുള്ള എല്ലാവരും കൂടി നിങ്ങൾക്കൊരു വീട് വെച്ച് തരാൻ തീരുമാനിച്ചു. ഐക്യകണ്ഠേന തീരുമാനമായി, പൈസക്ക് പിരിഞ്ഞു, പൈസക്ക് റെഡിയായി. പക്ഷെ അല്ലാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീട് കിട്ടൂല. വീട് പണി പൂർത്തിയായി, നാളെയാണ് താക്കോല് തരേണ്ടത്. പക്ഷെ അല്ലാഹുവിന് തീരുമാനമില്ലേ, ആ താക്കോൽ നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ കമ്മിറ്റിയിൽ ഒരാൾ പറയും അയാൾക്ക് കൊടുക്കണോ, നമ്മുടെ മക്കളൊക്കെ ദുബൈ പോയി ഉഷാറായില്ലേ, നമുക്ക് അപ്പുറത്തുള്ള കൊടുത്താൽ എന്താ, ഇത് അങ്ങോട്ടേക്ക് നീങ്ങും. ഇതാണ് പഠിച്ചോന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ തീരുമാനമാണ് എല്ലാം ഇവിടെ നടക്കുന്നത്. അള്ളാഹുവിന്റെ തീരുമാനമല്ലാതെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ആ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടായാൽ മതി. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും, സമ്പത്താണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും, ആരോഗ്യമാണെങ്കിലും അസുഖമാണെങ്കിലും എല്ലാം എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കണം. പ്രയാസങ്ങൾ ഉണ്ടായാൽ, സന്തോഷമുണ്ടായാൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. ഇത് ചെയ്താൽ മതി, ഒന്നും ചെയ്യണ്ട. സന്തോഷമാണെങ്കിൽ അൽഹംദുലില്ലാഹ്, പ്രയാസമാണെങ്കിൽ തവക്കൽതു അലല്ലാഹ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹുവേ നിന്നെ ഏൽപ്പിക്കുകയാണ്, നിന്നെ ഏൽപ്പിക്കുകയാണ്. എന്റെ കടങ്ങളെ, എന്റെ വീട്, എന്റെ കുടുംബങ്ങളെ, എന്റെ ആരോഗ്യം, എന്റെ ജോലിയെല്ലാം നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇത്ര മതി, വേറൊന്നും വേണ്ട. ഒന്നുകിൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖമായിരിക്കും. സന്തോഷാണോ, നന്നായിട്ട് ശുക്ർ ചെയ്യ്, നന്നായി ദിക്ർ ചെയ്ത്, നന്നായിട്ട് ഖുർആൻ ഓത്, നന്നായിട്ട് സദഖ കൊടുക്ക്. ദുഃഖമാണോ,
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹുവേ നിന്നെ പരമേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ തയ്യാറാവൂ. അതോടുകൂടി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്, നിങ്ങൾ അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തരായാൽ നിങ്ങൾ ഒരു മുതലാളിയായി മാറുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി മൂന്നാമത് പറഞ്ഞത് വഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ, അയൽവാസികളോട് മാന്യമായി പെരുമാറിയാൽ മാത്രമേ നീ ഒരു മുസ്ലിമായി മാറുള്ളൂ. തകുൻ മുഅ്മിന, ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറണമെങ്കിൽ നിന്റെ അയൽവാസി സർട്ടിഫിക്കറ്റ് തരണം. അയൽവാസി പറയണം അയാൾ നല്ലവനാണ് എന്ന്, അയൽവാസി പറയണം അയാളുടെ സ്വഭാവം നല്ലതാണ്, അയാളെ കൊണ്ടൊരു ശർറുമില്ല, അയാളെ കൊണ്ടൊരു ശല്യമില്ല എന്ന് അയൽവാസികൾ പറഞ്ഞാൽ മാത്രമേ നമ്മളൊരു മുഅ്മിനായി മാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മുഅ്മിനല്ല, താടിയും തലപ്പാവും പർദ്ദയും ഹിജാബും മാത്രമാണ് നമ്മൾക്കുള്ളത്. ഒരു മുസ്ലിമിന്റെ ഒരു ഐഡന്റിറ്റിയും നിനക്കില്ല എന്ന് നീ മനസ്സിലാക്കണം. മരിച്ചാൽ നീ നേരെ പോകുന്നത് നരകത്തിലേക്കാണെന്നും കൂടി മനസ്സിലാക്കിക്കോ. അയൽവാസിയുടെ തൃപ്തി ഇല്ലെങ്കിൽ ഒരിക്കലും ഒരാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല. അയൽവാസി വലിയ വിഷയമാണ്. മാതാപിതാക്കളെ പോലെ ഗൗരവമുള്ള വിഷയമാണ് അയൽവാസി എന്ന് പറഞ്ഞാൽ. മാതാപിതാക്കളോടൊപ്പം മര്യാദയെ പെരുമാറിയാലും സ്വർഗം കിട്ടൂല, അയൽവാസികളോട് മോശമായി പെരുമാറിയാലും സ്വർഗം കിട്ടൂല. അയൽവാസിക്ക് നിന്നെ ഇഷ്ടമല്ലേ, വെറുതെ ഇഷ്ടപ്പെടാതിരിക്കൂല. മുഅ്മിനീങ്ങൾ ഒരാളും വെറുതെ ഇഷ്ടപ്പെടാതിരിക്കൂല. നിന്റെ സ്വഭാവം മോശമായാലും ഇഷ്ടപ്പെടാതിരിക്കുള്ളൂ. വെറുതെ ഒരാൾ വെറുക്കോ? ഒരാൾ അയൽവാസി വന്നിട്ട് നിന്നെ വെറുതെ വെറുക്കൂല, നിന്റെ കയ്യിൽ മുതലുള്ളത് കൊണ്ടൊന്നും വെറുക്കൂല, നിന്റെ സ്വഭാവം മോശമായാലും മാത്രമേ വെറുക്കുള്ളൂ. മുതലുണ്ടെങ്കിൽ എന്തിനാ ഇവര് വെറുക്കുന്നത്? ആ മുതൽ കൊണ്ട് ഇടയ്ക്കിടെ നീ ഇവരെ സഹായിക്കും. ഇവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചാൽ നിങ്ങൾ ഇവർക്കും കൊടുക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്ന് അവർക്കും കൊടുക്കും. ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. അവരെ വിളിക്കും. പിന്നെ അവർക്ക് വെറുപ്പുണ്ടാവും. മുതലാളി അതിന്റെ പേര് വെറുപ്പുണ്ടാവും. ഇല്ല, ഒരിക്കലും വെറുപ്പുണ്ടാവില്ല. നിന്റെ സ്വഭാവം മോശമായാൽ മാത്രമേ അയൽവാസിനെ വെറുക്കുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അയൽവാസികൾക്ക് നിങ്ങളോട് വെറുപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തോ അപാകതയുണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെ അയൽവാസിയുടെ വെറുപ്പോടുകൂടി മരണപ്പെട്ടാൽ സ്വർഗം കാണാൻ കഴിയില്ല. അങ്ങനെ ആബിദീങ്ങളായ ആളുകളൊക്കെ നരകത്തിൽ പോയിട്ടുണ്ട്, അയൽവാസികളോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ. യഥാർത്ഥ ഒരു മുഅ്മിനായി മാറണമെങ്കിൽ അയൽവാസികളോട് മാന്യമായി പെരുമാറണം. അപ്പൊ എനിക്കൊരുപാട് അയൽവാസികളുണ്ട്, നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എനിക്കൊരുപാട് അയൽവാസികളുണ്ട്, ആ അയൽവാസികളോടൊക്കെ ഞാൻ വളരെ മാന്യമായി പെരുമാറും. ഇന്നു മുതൽ ഉറപ്പിക്കൂല, അവരെ കുറിച്ച് ഫിത്ന പറയൂല, അവരെ കുറിച്ച് ഗീബത്ത് പറയൂല, അവരെ കുറിച്ച് നമീമത്തോ കുറ്റങ്ങളോ പറയാതെ മാക്സിമം അവരെ സഹായിച്ച് സഹകരിച്ച് തൃപ്തിപ്പെടുത്തി മുന്നേറാൻ തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ് ദുനിയാവും ആഖിറവും സന്തോഷത്തിലായി. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നാലാമത്തെ വിഷയം, എന്താണോ നീ ഇഷ്ടപ്പെടുന്നത് അതെല്ലാം നിന്റെ സഹോദരങ്ങൾക്കും വേണമെന്ന് നീ ആഗ്രഹിക്കണം. നീ മാത്രം ആഗ്രഹിച്ചാൽ മാത്രം പോരാ. സുഖങ്ങൾ നിനക്ക് മാത്രം, വീട് നിനക്ക് മാത്രം, വണ്ടി നിനക്ക് മാത്രം, എല്ലാം നിനക്ക് മാത്രം വേണമെന്നുള്ള ചിന്ത വേണ്ട. കച്ചവടം നിനക്ക് മാത്രം, ലാഭം നിനക്ക് മാത്രം, അങ്ങനെ ഒരു ചിന്ത വേണ്ട. എല്ലാം എല്ലാവർക്കും വേണമെന്നുള്ള ചിന്ത. നിന്റെ ആഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവർക്കും ഉണ്ടായാൽ നിനക്ക് വെറുപ്പ് തോന്നാൻ പാടില്ല, സന്തോഷം വേണം. മറ്റുള്ളവന്റെ സന്തോഷത്തിൽ നീ പങ്കുകാരാവണം. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ അവരെ താങ്ങി നിർത്താൻ, അവരുടെ കൂടെ നിന്നവരെ സഹായിക്കാൻ നീ ഉണ്ടാവണം. നിന്റെ ആഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളായി നീ കാണണം. നീ ആഗ്രഹിക്കുന്നത്, നീ ഇഷ്ടപ്പെടുന്നതൊക്കെ അത് മറ്റുള്ളവർക്കും വേണമെന്ന് നീ കൊതിക്കണം. വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്ത. അഞ്ചാമത്തേത് ഒരുപാട് ചിരിക്കരുത്, വെറും തമാശയായി മാറരുത്. ജീവിതം വെറും തമാശയായി മാറരുത്. ചിരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കാം. ഓൺലി എന്റർടൈൻമെന്റ്. തമാശ പറയാ, കോമഡി പറയാ, അങ്ങനെ ചിരിക്കുക. ഇതെന്നെ പണി. ഇപ്പൊ ടിക്ടോക്കിലൊക്കെ ചില ആളുകൾക്ക് പണി തന്നെയാണ്. എന്തെങ്കിലും വിറ്റുകൾ ഉണ്ടാക്കുക, ഹ്യൂമർ സെൻസ് ഉണ്ടാക്കുക, കോമഡി ഉണ്ടാക്കുക, എന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക, എന്നിട്ട് പുറത്തു വിടുക. ചില ആളുകൾക്ക് ഇതിങ്ങനെ കോമഡി ഉണ്ടാക്കി വിടുക. ചില ആളുകൾക്ക് ഇത് ഉണ്ടാക്കാനൊന്നും കഴിയില്ല. ആരോ ഉണ്ടാക്കി നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും നോക്കി ഇങ്ങനെ ചിരിക്കാം. ചിരിക്കലിന്റെ ഇതൊക്കെ മോശം തന്നെയാണ്. ചിരിക്കണം, ആവശ്യത്തിന് ചിരിക്കണം. വെറും ചിരിയാവില്ല. ജീനിനെ കളിയും ചിരിയും തമാശയാക്കി മാറ്റിയവർ, അവരെ വിട്ടേക്ക് നബിയെ, അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് താക്കീത് നൽകുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ.
അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ചിരി, തമാശകളൊക്കെ വേണം കുടുംബത്തിൽ. തമാശകൾ വിറ്റ് കോമഡികളൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വേണം. വെറും തമാശകളായി നടക്കരുത്. അള്ളാഹു ബോധം നൽകട്ടെ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല സബ്ഉൻ യുജറു ഫീഹിന്ന മിൻ ബഅദിഹി. 7 വിഷയങ്ങളുണ്ട്, ഒരാളുടെ മരണശേഷം അയാൾക്ക് പ്രതിഫലം ലഭിക്കുന്ന 7 വിഷയങ്ങളുണ്ട്. അതിലൊന്ന് മൻ ബനാ മസ്ജിദൻ ഫലഹു അജ്റുഹു മാ ദാമ അഹദുൻ യുസല്ലി ഫീഹി. ഒരാളൊരു പള്ളി നിർമ്മിച്ചാൽ അല്ലെങ്കിൽ പള്ളി നിർമ്മിക്കാൻ വേണ്ടി സഹായിച്ചാൽ ഫലഹു അജ്റുഹു, സഹായിച്ച ആളുകൾക്ക് പ്രതിഫലമുണ്ട്. മാ ദാമ അഹദുൻ യുസല്ലി ഫീഹി, ആരെങ്കിലും ഒരാൾ വന്നിട്ട് ആ പള്ളിയിൽ നിസ്കരിച്ചാൽ സഹായിച്ച ആളുകൾക്കൊക്കെ അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇഅ്തികാഫിരുന്നാൽ പ്രതിഫലമുണ്ട്, അവിടെ നിന്ന് ഖുർആൻ ഓതിയാൽ പ്രതിഫലമുണ്ട്. എത്ര കാലമാണോ അവിടെ പള്ളി നിലനിൽക്കുന്നത് അത്രയും കാലം ആ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരുടെ, ഇഅ്തികാഫിരിക്കുന്നവരുടെ, ഖുർആൻ ഓതുന്നവരുടെ സർവ്വ പ്രതിഫലവും ഇതിനു വേണ്ടി സഹായിച്ച ആളുകൾക്ക് ലഭിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വമൻ നജറാ നഹ്റൻ ഫദാമ യജ്രി ഫീഹിൽ മാഉ വയശ്റബു മിൻഹു الناس കാന ലഹു അജ്റുഹു. ഒരാളൊരു നദി ഒഴുക്കിയാൽ, ഒരു പുഴയുണ്ടാക്കിയാൽ, ഒരു അരുവി ഉണ്ടാക്കിയാൽ, ആ അരുവിയിലൂടെ വെള്ളം ഒഴുകുന്ന കാലത്തോളം, ആ അരുവിയിൽ നിന്ന് ആളുകൾ വെള്ളം കോരി കുടിക്കുന്ന കാലത്തോളം അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇനി മരിച്ച നാളെ ഖബറിൽ കിടന്നു നിങ്ങളുടെ അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്, നിങ്ങളുടെ മരണശേഷവും നിങ്ങൾ കുടിച്ച കിണറിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ അരുവിയിൽ നിന്ന് ആളുകൾ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഓരോ ആളുകൾ വെള്ളം കുടിക്കുമ്പോഴും വെള്ളം എടുക്കുമ്പോഴും ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂന്നാമത്തെ വിഷയം മൻ കതബ മുസ്ഹഫൻ വഅഹ്സന. ഒരാൾ മുസ്ഹഫ് എഴുതുകയോ വാങ്ങുകയോ ചെയ്തു, എന്നിട്ട് പള്ളിയിൽ വെച്ചു, എന്നിട്ട് ആർക്കെങ്കിലും ഓതാൻ കൊടുത്താൽ കാന ലഹു അജ്റുഹു മാദാമ ആ മുസ്ഹഫ് എടുത്തുകൊണ്ട് ഒരാൾ ഓതുന്ന കാലത്തോളം, ആ മുസ്ഹഫ് വാങ്ങിച്ച ഒരാൾക്ക്, വാങ്ങിക്കൊണ്ട് സംഭാവന ചെയ്ത ഒരാൾക്ക്, അത് എഴുതിയ ഒരാൾക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അതേപോലെ തന്നെയാണ് കിണർ കുഴിക്കുന്നത്, അതേപോലെ തന്നെയാണ് മരം നടുന്നതും. നിങ്ങളൊരു മാവ്, നിങ്ങളൊരു മൂച്ചി നട്ട് വളർത്തുകയാണ്, ഒരു തെങ്ങ് നട്ട് വളർത്തുകയാണ്. ആളുകൾ വന്നിട്ട് ആ മാവിന്റെ താഴെ തണൽ കൊണ്ടാൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ആ മാവിൽ നിന്നൊരാള് മാമ്പഴം കഴിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ആ മാവിൽ നിന്ന് ഏതെങ്കിലും ഒരു പക്ഷി വന്നിട്ട് മാമ്പഴം കഴിച്ചാൽ, ഒരെണ്ണാരക്കണ്ണൻ വന്നിട്ട് മാമ്പഴം കഴിച്ചാൽ ആ മാവ് നട്ടവൻ പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മാവ് നട്ടവൻ മരിച്ച് ഖബറിൽ കിടക്കുകയാണെങ്കിൽ അയാളുടെ ഖബറിൽ കിടക്കുന്ന സമയത്ത് അയാളുടെ മരണശേഷം ആരെങ്കിലും വന്ന് മാങ്ങ കഴിക്കുമ്പോ, ആരെങ്കിലും പക്ഷികളോ പറവകളോ ജന്തുക്കളോ വന്ന് മാമ്പഴങ്ങൾ കഴിക്കുമ്പോ ആ മരം നട്ട് വളർത്തിയ ആളുകൾക്ക് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ആ മരം നിലനിൽക്കുന്ന കാലത്തോളം പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.